ഇനി അടുത്തതായിട്ട് സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഇന്ന് സ്പെഷ്യൽ പെർഫോമൻസ് അവതരിപ്പിക്കാനായി ഇവിടെ എത്തുന്ന കലാകാരന് പല TV ഷോസിലൂടെയും സ്റ്റേജ് ഷോസിലൂടെയൊക്കെ നമുക്ക് നല്ല പരിചയം ഉണ്ടാകും. ആൻഡ് എനിക്ക് ഉറപ്പാണ് നമ്മുടെ ജഡ്ജസിന് വളരെ നല്ലൊരു അടുപ്പം ഉണ്ടാകും ഇന്ന് വരുന്ന ഈ ഒരു കലാകാരന്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മിമിക്രി വേദികളിൽ ഒരു നിറ സാന്നിധ്യമാണ് ഇദ്ദേഹം. ലെറ്റ്സ് മീ ഇൻവൈറ്റ് സജയ് കൃഷ്ണ onto the floor. സജയ് ചേട്ടാ നമസ്കാരം. 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 അയ്യോ, ചേട്ടനും മമ്മൂട്ടിയൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. സജി അല്ല എന്തോ ഹസീസ് സുഖമായിരിക്കല്ലേ? സുഖം സുഖം. സജി ഉഗ്രം കലാകാരനാണ്. അതിലുപരി സജി ഒരു നല്ലൊരു ക്രിക്കറ്ററാണ്. അല്ല ഞാൻ കരുതിയത് സജി സത്യം പറഞ്ഞാൽ സഞ്ജുവിന് മുമ്പ് ഇന്ത്യൻ ടീമിൽ കയറേണ്ട ഒരാളായിരുന്നു. അത്രയ്ക്ക് ആത്മാർത്ഥമായിരുന്നു. അല്ല ഭയങ്കര. കാരണം കരുനാപ്പള്ളി താമസിക്കുന്ന സജി പ്രാക്ടീസിന് വേണ്ടി ട്രിവാൻഡ്രത്ത് പ്രാവച്ചമ്പലം എപ്പോഴും വരും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ്. അപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനോടും ഭയങ്കര ആത്മാർത്ഥതയോടെ നീതി പുലർത്തുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് സജി. സജി ഇവിടെ നിൽക്കേണ്ട ആളല്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതൊക്കെ വരും അല്ലടാ. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. അല്ല, അതിലുപരി ഓഡിയോ കാസറ്റ് ഇറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദം കൊടുത്തിട്ടുള്ള ആളാണ് സജി. ആ കാസറ്റിനുള്ളിൽ ആ സ്റ്റുഡിയോയിലേക്ക് ഓട്ടമായിരുന്നു. അതെ അതെ, ഒരുമിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്ത ഒരു സമയം. ഞാൻ വിളിക്കുന്ന ഗോപാലൻ മാഷെന്നാണ്. അത് സജിക്കറിയാം. അതിന്റെ പുറകിലൊരു രഹസ്യം ഉണ്ടോ? അല്ല, സജി ജീവിത രീതി എന്നൊക്കെ പറഞ്ഞാൽ ചിട്ടകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഭയങ്കര പെർഫെക്റ്റ് എല്ലാ കാര്യങ്ങളിലും. നമുക്ക് റിലേഷൻസ് ആണെങ്കിൽ എപ്പോഴും ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും നല്ല റിലേഷൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ്. ഞാൻ അസീസ് ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ മുമ്പ് ഒരു സമിതിയിൽ നിൽക്കുമ്പോൾ അസീസ് ഇടയ്ക്ക് അവിടെ ഒരു ഫോട്ടോഷൂട്ട് സമയത്ത്, അന്ന് ഞാൻ മമ്മൂക്കയുടെ ഫിഗർ ചെയ്യുന്ന ഒരു സമയമാണ്. അന്ന് ആ റീസെൻ്റ്ലി ഉള്ള സമയത്തുള്ള ഫിഗറുകളാണ് ചെയ്തത്. അപ്പോൾ അസീസ് എൻ്റെ അടുത്ത് ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ അസീസ് എൻ്റെ അടുത്ത് പറഞ്ഞു, സജി പഴയ മമ്മൂക്കയുടെ ഫിഗർ ഒന്ന് ചെയ്തൂടെ, നമ്മുടെ പൂമാനം എന്നുള്ള പാട്ട് നിറക്കൂട്ടില്ലെന്നൊക്കെ. ഞാൻ അതിലാണ് ചേട്ടനെ കണ്ടത്. അപ്പോൾ അന്ന് ഞാനത് അസീസ് പറഞ്ഞ എൻ്റെ മനസ്സിൽ ഞാനത് ക്യാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞ ഒരു പഴയ കോസ്റ്റ്യൂം, ആ ഒരു അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആ ഒരു ഓപ്ഷനൊന്നും ഇല്ല അന്നത്തെ ആ സമയത്ത്. അപ്പോൾ നമ്മൾ അത് വീഡിയോയിൽ നിന്നും ക്യാപ്ചർ ചെയ്തിട്ടാണ് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വിഗ് ചെയ്യണം. അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഷർട്ട് കിട്ടില്ല, അത് തുണി പല ഡിസൈനുള്ള, അത് ഓരോ തുണികളും എടുത്തു കൊടുത്ത് തയ്ച്ച് അങ്ങനെ 2 വർഷം ഞാൻ അതിന് സ്റ്റഡി ചെയ്തിട്ട് ഇത് ചെയ്തപ്പോഴാണ് ശരിക്കും സത്യം. അപ്പോൾ എറണാകുളത്തുള്ള, അപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് നമ്മുടെ നല്ല ശ്രേണിയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് അവിടെ ഷോയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ ഈ ഫിഗർ കണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ഷോ നിത്യവിസ്മയം എന്നും പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്, നമ്മുടെ MT വാസുദേവൻ നായർ സാറിൻ്റെ ആ ഒരു അവരൊക്കെ പങ്കെടുക്കുന്നൊരു ഷോയാണ്. അപ്പോൾ അവിടെ എന്നെ പങ്കെടുപ്പിച്ച് ഈ ഷോയ്ക്ക് വേണ്ടി. അപ്പോൾ എറണാകുളത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എറണാകുളത്ത് തന്നെ പിന്നെ ഈ മമ്മൂക്കയുടെ ഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഷോയിലേക്ക് വിളിക്കാൻ തുടങ്ങി. അത് നല്ലൊരു കണ്ടന്റ് എനിക്ക് തന്നത് ശരിക്കും. കാരണം അന്ന് ചെയ്ത ഫിഗർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തൊമ്മനും മക്കളിലെ മമ്മൂക്കയാണ്. അതെ, അന്ന് ചെയ്തത് ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ പിന്നെ അശോകൻ ചേട്ടന്റെ ഫിഗറൊക്കെ ആയിരുന്നു നമ്മുടെ അസീസ് ചെയ്തിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ഐറ്റം ഇറക്കാം അല്ലേ? ഉറപ്പായിട്ടും പറയൂ സജി ചേട്ടാ, ഫസ്റ്റ് ഐറ്റം. ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വെറുതെ ഇരിക്കുമ്പോൾ സൗണ്ടിനൊന്നും പ്രശ്നം വരത്തില്ല. ഒന്നിലൊരു ഡബിങ്ങിന് കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു പരിപാടി പോകുമ്പോൾ തൊണ്ടയ്ക്ക് അത് എനിക്ക് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അത് ടെൻഷൻ എല്ലാവർക്കും വോയിസ്. നിനക്ക് വോയിസ് മാത്രമേ അല്ലേ, ഉള്ളി കോണ്ടാക്ട് കാര്യമില്ല. എനിക്കുണ്ട്. നീ ലേറ്റ് ആയി പോയടാ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ ശബ്ദം അനുകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രം എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. മക്കളെ നെഞ്ചോടടക്കി പിടിച്ചും മന്ത്രി പൊങ്കവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും ജില്ലാ കളക്ടർ ഏമാനടക്കമുള്ള തൊക്കടി സാഹിബിൻ്റെ ബംഗ്ലാവ് പടിക്കലും ചെന്ന് കുടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിൻ്റെ തെറിയും നറുകേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബര അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച് കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ടപൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. സോ മിസ്റ്റർ കുരീത്തടം, ഔതക്കുട്ടിച്ചാൻ്റെ നേർ പെങ്ങടെ കരുത്തിൽ അബദ്ധത്തിൽ മിന്നുകെട്ടിപ്പോയെന്നുള്ളതും വലിയ ഏമാന്മാരടക്കമുള്ളവരുടെ അങ്ങ് വരെ കയറി ചെന്ന് കാശ് സമ്പാദിക്കൽ മാത്രം ആവരുത് ജീവിതം. ഇതുപോലെ കസേരയിൽ മലന്ന് കിടക്കുന്നവൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ.
ആ സീനിലേക്ക് കൊണ്ടുപോയെന്നുള്ള അടിപൊളി സജി. പവർ ഉണ്ടായിരുന്നു. പൊളി 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 പൊളി. അപ്പോൾ അടുത്തത് ചേട്ടാ, ഒരു റിക്വസ്റ്റ് അടുത്ത ഐറ്റത്തിലേക്ക് പോകുന്നതിന് ഇപ്പൊ സുരേഷ് ഗോപി സാർ നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ വന്നിരിക്കുകയാണ്. അപ്പം എന്നോട് സംസാരിക്കുക, നമ്മുടെ ജഡ്ജസിനോട് സംസാരിക്കുക, അങ്ങനെ ഒരു ഐറ്റം ഒന്ന് പിടിച്ചാലോ? ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. നമസ്കാരം. നമസ്കാരം സാർ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഈ ഫ്ലവേഴ്സിൻ്റെ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 500 എപ്പിസോഡ് പിന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു സാഹചര്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് അവസരം നൽകുന്ന, ഒരുപാട് ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു ഫ്ലോറാണ് അല്ലേ. അതുപോലെ തന്നെ ജഡ്ജിങ് പാനലിരിക്കുന്ന വളരെ പ്രതിഭാധനന്മാരായിട്ടുള്ള കലാകാരന്മാരാണ്. പിന്നെ ഇതിൻ്റെ ഒരു ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ ഡയറക്ടർ അല്ലേ. എല്ലാവരും വളരെ പ്രതിഭകളാണ്. പ്രത്യേകിച്ച് എനിക്ക് മിമിക്രി ഭയങ്കര ഇഷ്ടമാണ്. മിമിക്രി കലാകാരന്മാരെയും ഇഷ്ടമാണ്. ഈ ഇരിക്കുന്നവരും അല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ശരിക്കും അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. അടുത്ത നമുക്ക് ജയറാം ചേട്ടൻ. ഇതടച്ച ദൊട്ടലി, മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡലിയുടെ ഡലിയും ചേർന്ന ദൊട്ടലി. ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കണ പോലുണ്ട്. അത് ആരൊക്കെ കൊടുക്കാനാ? പിന്നീട് ജയറാം ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ അതിന്റെ ടോണിന് ഒരു അല്ലേ, ഇത് ബേസ് ടോണാണ് കുറച്ച്. അതീ എന്തിഷ്ട അധികം വേഷം കേട്ട് കാണിക്കില്ലേ, പെൺപിള്ളേരെ വശീകരിക്കുന്നതിന്റെ കഴിവ്. അതിന്റെ പേര് പറഞ്ഞിട്ട് നീ എന്റെ ഭാര്യയെ വശീകരിക്കാൻ സംശയമുണ്ടോ? അടിച്ച് നിന്റെ മുള്ളാടി ഞാൻ എടുക്കും. എടി പൗഴം, ഒരാഴ്ചക്കുള്ളിൽ നിന്നെ കെട്ടി മേലപ്പറമ്പിലാക്കിയില്ലെങ്കിൽ എന്റെ പേര് ജയേഷ് എന്നല്ല, വണ്ടിയേട് മാഷേ, വണ്ടിയേട്. അയ്യോ ചെല്ല് ചെല്ല്. ഇനി അടുത്തെന്ന് പറയുമ്പോ നമ്മുടെ ടിനിച്ചേട്ടൻ. ടിനിച്ചേട്ടാ, എല്ലാ അനുഗ്രഹം ഉണ്ടാവണേ. സാധാരണ ക്ഷണിക്കുമ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഡയറക്ടേഴ്സിന്, ഇവരൊക്കെ ഡബ് ചെയ്യുമെന്ന്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം തികഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. സ്ക്രീൻ ക്യാമറയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ മതി ഇവരെയൊക്കെ അല്ലേ. അത് എനിക്ക് മാത്രമല്ല, പ്രചോദനം എല്ലാവർക്കും മനസ്സിലായില്ല. ഒരുപാട് കലാകാരന്മാരെ നമ്മള് അല്ലേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് അവരെല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. അത് കാഴ്ചവെക്കാൻ നിസ്സാര കാര്യമില്ല. അപ്പൊ ഞാനും അതിന്റെ ഒരു ഭാഗമായി എന്നെ ഇതിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി സ്നേഹവും പറയുകയാണ്. സജി ഇത് നേരത്തെ ചെയ്തിട്ടില്ലല്ലോ? ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും വിപുലമായിട്ട് ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ ഇരുന്നതാണ് എനിക്കൊരു ഞാൻ എന്നറിയോ, ഇനി എപ്പോഴും വിളിക്കുമ്പോഴും പ്രചോദനം വിളിക്കുമ്പോൾ പെട്ടെന്ന് പേര് വിളിക്കുമ്പോൾ നമുക്കെന്തോ എപ്പോഴും കേൾക്കുന്ന ഒരു വോയിസ് ആണല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആണ്. പിന്നെ സജി നസ്ലിന്റെ വോയിസ് ചെയ്യുന്നത് ഇതാര് പറഞ്ഞു? ഞാൻ കേട്ടു. ഇങ്ങനെ പറഞ്ഞു, അറിയാലോ, മിമിക്രിക്കാരുടെ അറിയാലോ. സജിച്ചേട്ടൻ ഏതാ റേഞ്ച് അവിടെ നിന്ന് ഇവിടെ വരെ. അപ്പോ ഇത് ഞാൻ മാറ്റി വെച്ചിനെ. സാധാരണ നമ്മള് ഒരു ന്യൂ ജനറേഷൻ താരത്തിന്റെ ശബ്ദം ഇപ്പൊ ചെയ്തില്ലെങ്കിൽ അല്ലേ, നമ്മളൊക്കെ അപ്ഡേറ്റ് അല്ലെന്ന് ആളുകൾ വിചാരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ മമ്മൂക്കയും ലാലേട്ടനെയും ഒക്കെ എല്ലാവരും അനുകരിക്കും. പക്ഷെ ഇപ്പൊ ന്യൂ ജനറേഷൻ താരങ്ങളുടെ ശബ്ദം അനുകരിക്കും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ പഴയ താരങ്ങളുടെ ശബ്ദം അനുകരിക്കുന്ന ആളുകൾ കുറവാണ്. അപ്പൊ എന്തായാലും നസ്ലിൻ, നമ്മുടെ പ്രേംലു എന്ന ചിത്രത്തിലെ ഒരു സീക്വൻസ് ആണ് നമ്മുടെ നസ്ലിന്റെ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എനിക്ക് വയ്യറീനു ഡബിൾ ടിക്ക് ബ്ലൂ ടിക്കായിട്ട് നോക്കി കുത്തിയിരിക്കാൻ എനിക്ക് വയ്യ. പിന്നെ അല്ലാണ്ട് നിന്നെ പോലെ ബെസ്റ്റ് കളിച്ച് പുറകെ നടക്കണ എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാ. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞോ. താങ്ക് യു. പിന്നെ അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ നാഗ സൈലന്ദ്രി. ഒരു ശ്രമമാണ്. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. എത്ര മനോഹരമായ ദിനങ്ങളായി ബാബുസ്വാമി. നമ്മൾ നൃത്തങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാ.
നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. എടാ നിനക്ക് കൈയുണ്ടോ, കാലുകളുണ്ടോ, കയ്യില് വിരലുകളുണ്ടോ, വീട്ടിൽ അരിയുണ്ടോ? കഞ്ഞി വെച്ച് കുടിക്കണം, അല്ലാതെ ഇരക്കാൻ വരരുത്. ഞാൻ തരുത്തില്ല. പോ, ഇരക്കാൻ വന്നിരിക്കുന്നു. പോ. കമന്റ് ബോക്സിൽ നിന്ന് എടുത്ത് കളയും ഞാൻ. അതും കൂടെ ഒന്ന് പറയൂ ചേട്ടാ. എന്റെ കമന്റ് ബോക്സിൽ നിന്ന് നിന്നെ എടുത്ത് ഞാൻ കളയും. കേട്ടല്ലോ, നിനക്ക് അന്തസ്സുണ്ടോ? 4 പേര് നിന്നെ അറിയുവോ? എടാ അതൊക്കെ പോട്ടെ, നിന്നെ കാണാൻ കൊള്ളാവോ? അതുമില്ല, വന്നേക്കുന്നു. പോ. അപ്പോ തൽക്കാലം മതിയാക്കാം അല്ലേ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. എന്തായാലും ടിലിച്ചേട്ടൻ ടോപ്പ് നോച്ച് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? നസ്ലിം അതെ അതെ, നെസ്ലിനും സൂപ്പർ ആയിരുന്നു. എനിക്ക് ഒരു റിക്വസ്റ്റും ഉണ്ട്. നമ്മുടെ കോട്ടയം കുഞ്ചിലെ ഡയലോഗ് ജസ്റ്റ് 2 ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹം. മമ്മൂക്കാടെ കോട്ടയം കുഞ്ഞച്ചൻ. പിന്നെന്താ, ജസ്റ്റ് അത് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അതെ, കാര്യം നമുക്കൊരു ഹൈലൈറ്റ് ഒരു സാധനമാണ്. എടാ ഉപ്പ് കണ്ടം കോര കഴിവറാ മോനെ, ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എടാ പാപ്പി, അപ്പി, മാത്ത, പോത്ത, എവിടാ നിന്റെ ചേട്ടൻ? ചത്തോടാ, അവനെ ഇറക്കി വിറ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞച്ചനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പ് കണ്ടം ചട്ടപ്പയാണോ? ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എടേ ഏലിയാമേ, നിന്റെ ചുന്ദരി മക്കളെ ഇങ്ങോട്ട് ഇറക്കി വിറേ. അവളുമാര് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയിൽ നിന്ന് വന്ന കുരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പോ അവള് കാലുമാറി. എന്നെ ചതിച്ചവളെ ഞാൻ വെറുതെ വിടുകയില്ല. എടി ഏലിയാമേ, നിനക്കെൻ്റെ തള്ളയുടെ പ്രായമുണ്ട്, എന്നാലും ഞാൻ പറയുക, നീ എൻ്റെ കൈ കിടന്ന് പെടപെട പടക്കപെടി. അല്ല പിന്നെ ഓട്ട എവിടെ കിടക്കുന്നു, ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു.